കാലത്താണ് ജിതിൻ്റെ ഒരു വലിയ വഴിത്തിരിവുണ്ടാകുന്നത്. ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകും. ബൈക്കിൽ ഇങ്ങനെ അലഞ്ഞ് നടക്കും, ഇങ്ങനെ വർക്കുകൾ തേടി നടക്കും. എറണാകുളത്ത് എന്നൊക്കെ ഓഫീസിൽ നിന്നൊക്കെ പറയും. അപ്പോൾ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടു. അമ്മയുടെ മാലയൊക്കെ പണയം വെച്ചിട്ട് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നീട് വളർന്നോ? ഗുഡ് നെസ്റ്റ് എന്നൊരു അതിനിടയിൽ ചോദിക്കാൻ പറഞ്ഞു, നമ്മുടെ പ്രണയം എന്തായി പഴയത്? ഒരെണ്ണം അത് ഒരു ക്ലോത്ത് ബ്രാൻഡാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ സ്വന്തം ബ്രാൻഡാണ്, അതായത് ജിതിൻ മോഹൻ. അപ്പോൾ JM എന്ന് പറയുന്നത് ജിതിൻ മോഹൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാവുകയാണ്. സംരംഭം തുടങ്ങാനിരിക്കുന്നവർക്കും സംരംഭം നടത്തുന്നവർക്കും സംരംഭത്തിൽ വിജയിച്ചവരുടെയും പരാജയപ്പെട്ടവരുടെയൊക്കെ കഥകൾ ഇൻസ്പിറേഷനായിരിക്കാം. അത്തരം കഥകളാണ് നമുക്ക് എന്നും മോട്ടിവേഷൻ ആവുക. അത്തരം കഥകൾ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ സ്വാഗതം സ്പാർക്കിൻ്റെ ഈ പുതിയ എഡിഷനിലേക്ക്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. എന്നോടൊപ്പം ഇന്ന് ഈ കഥ പറയാനിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ശ്രീ ജിതിൻ മോഹനാണ്. ജിതിൻ, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സാർ. ജിതിൻ്റെ നാട് എവിടെയാണ്? എൻ്റെ വീട് ഗുരുവായൂരാണ്. പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചതും ഒക്കെ അവിടെ തന്നെ, ഗുരുവായൂർ, ചെമ്മണ്ണൂർ. പിന്നെ ഡിഗ്രിയൊക്കെ തൃശ്ശൂർ. പഠിക്കാനൊക്കെ നല്ല മിടുക്കനായിരുന്നോ? പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നില്ല. നമ്മൾ സാധാരണ ഒരു കുടുംബത്തിലെ പോലെ നമ്മൾ സ്കൂളിൽ പോവുക, പഠിക്കുക. ഒരു വലിയ അംബിഷനൊന്നും ഇല്ലാത്ത ഒരു സാധാരണ സ്റ്റുഡൻറ്റ്. അത്യാവശ്യം നമ്മളൊക്കെ പോലെ തന്നെ ഉഴപ്പനും ആയിരുന്നു. അത്യാവശ്യം ഒരു ചെറിയ ബാക്ക് ബെഞ്ചറായിരുന്നു. അലമ്പല്ല, പക്ഷേ ആൾക്കാരെ വെറുപ്പിക്കാത്തൊരു ബാക്ക് ബെഞ്ചറായിരുന്നു. ഗ്രാജുവേഷൻ എന്താണ്? ഗ്രാജുവേഷൻ BCom ആയിരുന്നു. അതൊക്കെ പെട്ടെന്ന് പാസ്സായോ? പെട്ടെന്ന് പാസ്സാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ അവസാനം ഞാൻ ഇന്റീരിയർ ഡിസൈനിലേക്ക് കടന്നു. അപ്പോൾ എത്ര കൊല്ലം BCom അറ്റംപ്റ്റ് ചെയ്തു? BCom 3 കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കൊല്ലം എക്സാമിന് എനിക്ക് മറ്റേ ഫ്ലൂ എന്ന് പറഞ്ഞ പോലെ ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ മൂന്നാമത്തെ കൊല്ലം എനിക്ക് എഴുതേണ്ടി വന്നത് 16 പേപ്പറായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ ആ ഒരു ടെൻഷൻ കാരണം ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ അതിൽ 14 ബാലൻസായി എഴുതാൻ. അപ്പോൾ പിന്നെ ഇഷ്ടമായിട്ട് BCom എടുത്തതാണോ? കൊമേഴ്സും ഒക്കെ? എനിക്ക് ബേസിക്കലി ഒരു ഓട്ടോമൊബൈൽ ഫീൽഡായിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ വീട്ടുകാർക്ക് മക്കളെ നമുക്ക് നമ്മളെ പാഷനൊന്നും തിരിച്ചറിയാൻ നമ്മൾ അന്ന് അതിൻ്റെ പിന്നാലെ പോകാനൊന്നും പറ്റുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർ ഒരു ഓട്ടോമൊബൈലൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക്ഷോപ്പ് പണി അങ്ങനത്തെ ഒരു ഇതാണെന്നുള്ള രീതിയിൽ നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. നമ്മൾ 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി എനിക്ക് കണക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കണക്കിൽ മാർക്ക് കൂടുതൽ കിട്ടിയതുകൊണ്ട് തന്നെ നേരെ കൊണ്ടുപോയി കൊമേഴ്സിൽ ചേർത്തു. കൊമേഴ്സുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് ഇന്റീരിയർ എന്നാണ് താങ്കൾ പറഞ്ഞത്. എറണാകുളത്ത് വന്നു അല്ലേ? എറണാകുളത്ത്. ശരിക്കും എൻ്റെ ജീവിതം വഴിത്തിരിവാവുന്നത് അവിടെ നിന്നാണ്. ഞാൻ ഒരു പുതിയ ലോകം കാണുന്നത് എല്ലാം എറണാകുളത്ത് ഇവിടെ MG റോഡിൽ എക്സിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടേക്ക് വരാൻ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഒരു കസിനാണ്, എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മകൻ സിനീഷേട്ടനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്നിട്ട് ഇവിടെ അത് ചേർത്തു. എൻ്റെ ബ്രദർ ദുബായിൽ ആയിരുന്നു ആ സമയത്ത്. പിന്നെ ആൾക്ക് ഇതിൻ്റെ പിന്നാലെ വരാൻ സമയം ഉണ്ടായില്ല, അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ എറണാകുളം കണ്ടിട്ടില്ലാത്ത ആൾ എനിക്ക് ഇവിടെ വന്ന് ചേർത്ത്. നമ്മൾ പേടിയായിരുന്നു എറണാകുളത്ത് ട്രെയിനിൽ വരിക എന്നൊക്കെ പറയുമ്പോൾ പേടിയായിരുന്നു. പിന്നെ അവിടെ വന്നു, ഇവിടെ ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ജോലി അത് കഴിഞ്ഞ് ജോലിയാണോ താങ്കൾ ചെയ്യുന്നത്? അത് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ജോലി, എൻ്റെ ബ്രദറിൻ്റെ തന്നെ മുന്നേ വർക്ക് ചെയ്തിരുന്ന കമ്പനി ഉണ്ട് ഒല്ലൂർ, സിവിക് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഞാൻ ജോലിക്ക് കയറി. അവിടെ എനിക്ക് തോന്നുന്നു ഒരു 6 മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അവിടെ കുറച്ച് ഈ വീടുകളുടെ വർക്കൊക്കെ, പിന്നെ ജ്വല്ലറി ഒക്കെ ഉണ്ടായിരുന്നു. സദേൺ ജ്വല്ലറി എറണാകുളത്ത് എടപ്പള്ളിയിൽ, അതിൻ്റെ വർക്ക് ഞാൻ ആ സമയത്ത് എക്സിക്യൂഷൻ ഉണ്ടായിരുന്നത്. പിന്നീട് എന്താണ് ചെയ്തത്?
പിന്നീട് എൻ്റെ ഫാദർ മരണപ്പെട്ടു. പിന്നെ ജ്യേഷ്ഠൻ്റെ കല്യാണം ഉണ്ടായി. പിന്നെ ഫാദർ മരണപ്പെട്ടു. ആള് ഒരു 40 വർഷത്തോളം വിദേശത്ത് തന്നെയായിരുന്നു. ആൾക്ക് കഴുത്തിൽ ഒരു മുഴ വന്ന് പിന്നെ അത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നാട്ടിൽ വന്നു. ശരിക്കും ഒരു 5-6 മാസത്തിൻ്റെ ഉള്ള ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഇടയിൽ അത് കുറച്ച് സീരിയസ് ആയി ആൾ മരണപ്പെട്ടു. പിന്നെ നമ്മൾ ഒരു സാധാരണ കുടുംബത്തിൽ എല്ലാവരും പോലെ നമ്മളാകെ പാനിക്കായി എന്ന നിലയിൽ ആകെ വീടിൻ്റെ മെയിൻ ആശ്രയം അച്ഛനായിരുന്നു. ജ്യേഷ്ഠൻ ബ്രദർ അവിടെ ദുബായിലായിരുന്നെങ്കിലും ആളൊരു ഗ്രോയിങ് സ്റ്റേജിലായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാനും ഈ പറഞ്ഞ പോലെ നാട്ടിലധികം കളിച്ച്, ആ സമയത്ത് നാട്ടിൽ നല്ല അത്യാവശ്യം നന്നായി കളിച്ച് നടന്ന സമയമാണ്. പിന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റാതായി. അപ്പോൾ ഞാനും ബഹ്റൈനിൽ ഒരു ജോബ് ട്രൈ ചെയ്ത് ജോബിന് വേണ്ടി അവിടെ പോയി. അവിടെ ജോലിയൊക്കെ നന്നായി പോയോ? അവിടെ ഞാനൊരു പുതിയ കമ്പനി, അവർക്ക് ഓൾറെഡി കമ്പനി ഉണ്ട്. അവിടെ ഇൻറ്റീരിയറിൻ്റെ ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് പോയത്. പക്ഷേ എനിക്ക് അവിടെ അധികം പണികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നാലും അവിടെയുള്ള വർക്കുകളിൽ ഞാൻ മാക്സിമം ഇൻവോൾവ് ചെയ്യാം. പിന്നെ അവിടെ പോയി ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തു. പക്ഷേ ഞാനൊരു ബെറ്റർ ചേഞ്ച് എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് മാറാൻ ലൈസൻസൊക്കെ എടുത്ത് പ്ലാനിലായിരുന്നു. അക്കാലത്താണ് ജിതിൻ്റെ ഒരു വലിയ വഴിത്തിരിവുണ്ടാകുന്നത്. അത് നമ്മളെല്ലാ ആൾക്കാരെയും പോലെ അന്ന് ഫേസ്ബുക്ക് അത്ര ഫേമസ് ആയിട്ടില്ല. ഓർക്കുട്ടായിരുന്നു അത്. ഈ ചെറിയൊരു പ്രണയം, ഓൺലൈൻ പ്രണയം. അതെ, അത് ശരി. അത് കൊണ്ടെത്തിച്ചത് എവിടെയാണ്? അവിടെ നിന്ന് നാട്ടിലേക്ക് പോകുന്നു? അത് അവിടെ തന്നെയായിരുന്നു? ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോന്നു. പ്രണയം തിരക്കി പിടിച്ച് നാട്ടിലേക്ക് പോകുന്നു. അത് മാത്രമല്ല, പിന്നെ എൻ്റെ സുഹൃത്ത് വിജോ ലോറൻസ്, നമ്മൾ ഇന്ത്യൻ ഡിസൈനിങ് നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ നാട്ടിൽ കമ്പനി തുടങ്ങാം. ഞങ്ങൾ അവിടെ നിന്ന് പഠിക്കുമ്പോൾ മുതലേ നല്ല ഫ്രണ്ട്സായിരുന്നു. ആ ഒരു ടീമിൽ എന്താ പറയുക, ഞങ്ങൾ ഒരു കോംബോ ആയിരുന്നു. ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു കോംബോ ആയിരുന്നു. അങ്ങനെ ആൾ പറഞ്ഞു. പിന്നെ ഇതും കൂടി ആയപ്പോൾ 2 കാരണം കൂടി ആയപ്പോൾ വീട്ടിൽ പറയാനും ഒരു കാരണം വേണ്ടേ. അപ്പോൾ വീട്ടുകാർക്കും ആദ്യം സമ്മതിച്ചില്ല. കാരണം എല്ലാവരും പറയുന്നത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പെൺവീട്ടില്ല, ഗൾഫിൽ നിന്നിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വരാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്തായാലും ബാധ്യതകളായി, പ്രശ്നങ്ങളായി, പിന്നെ കല്യാണമായി, കുട്ടികളായി, വീട്. നാട്ടിൽ വന്നിട്ട് കല്യാണം നടന്നോ? അല്ല, ഞാൻ നാട്ടിൽ വന്നിട്ട് പിന്നെ ഓഫീസ് നമ്മൾ ജോലിക്ക് കയറി. ആദ്യം തന്നെ കമ്പനി സ്റ്റാർട്ട് ചെയ്തില്ല, കുറച്ച് ജോലിക്ക് കയറി. പിന്നെ നാട്ടിൽ കൊച്ചിയിലാണ് ജോലിക്ക് കയറി. പിന്നെ കുറച്ച് നാൾ ഫ്രീലാൻസായിട്ട് ഒക്കെ നടന്നു, കുറച്ച് അലഞ്ഞ് നടന്നു. പക്ഷേ ശരിക്കും സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം വീട്ടുകാരുടെ പ്രഷർ, അതായത് ഇവിടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് എന്താവാനാ, അല്ലെങ്കിൽ ഒരു കല്യാണം. എനിക്ക് അപ്പോഴേക്കും ഏകദേശം 28 വയസ്സ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ സമയമായി തുടങ്ങി. പിന്നെ ജോലി ആയിട്ട് നിൽക്കുക. അപ്പോൾ അവർക്കും ടെൻഷൻ ഉണ്ടാവില്ല എന്തായാലും. അപ്പോൾ പ്രഷറുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നു. അവസാനം 2011 ഞങ്ങൾ ഒരു ഓഫീസ് കിട്ടു ചാലക്കുടിയിൽ. അതായത് വിജോയും താങ്കളും? ഞാനും വിജോയും. എന്താണ് അതിന് പേരിട്ടത്? വുഡ് നെസ്റ്റ്. അങ്ങനെ വുഡ് നെസ്റ്റ് എവിടെയാണത് തുടങ്ങുന്നത്? ചാലക്കുടിയിലാണ് നമ്മൾ തുടങ്ങിയത്. ഇത് എന്തായിരുന്നു വുഡ് നെസ്റ്റ്? ആക്ച്വലി ഞങ്ങളിങ്ങനെ ഒരുപാട് ബൈക്കിൽ ഇങ്ങനെ അലഞ്ഞ് നടക്കും, ഇങ്ങനെ വർക്കുകൾ തേടി നടക്കും. അപ്പോൾ ഇൻറ്റീരിയേഴ്സ് ആണോ? എന്താണ് ഇൻറ്റീരിയേഴ്സ്? അന്ന് വുഡ് നെസ്റ്റ് ഇൻറ്റീരിയേഴ്സ് ആയിരുന്നു. അപ്പം നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് ബൈക്കിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ 2 പേരും കൂടിയിട്ട് വർക്ക് നടക്കുന്ന സൈറ്റുകളുണ്ടല്ലോ, അവിടെ കയറി വർക്ക് ചോദിക്കും. അപ്പോൾ അവർ പറയും, നമ്മൾ 2 ചെറിയ പിള്ളേരാണ്, ബൈക്കിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പറയും എറണാകുളത്ത് എന്നൊക്കെ ഓഫീസിൽ നിന്നൊക്കെ പറയും. പക്ഷേ അപ്പോൾ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കാർഡ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ നമുക്കൊരു ഓഫീസില്ലാത്തതിൻ്റെ ഭയങ്കര ഒരു ഇത് കുറവുണ്ടായിരുന്നു. പിന്നെ ചാലക്കുടിയിൽ ഞങ്ങൾ ഇതുപോലെ ഒരു വീടിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലത്തെ ആൾ പറഞ്ഞു, ഇന്ന ചാലക്കുടിയിലത്തെ ഒരു കമ്പനിയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്, അവരുടെ അടുത്ത് പോയി ചോദിക്കുക, അപ്പോൾ നിങ്ങൾക്ക്
അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാമെന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ ചോദിച്ചു നിങ്ങളുടെ ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചു. അവിടെ നിന്നും ചോദിച്ചു എവിടെയാണ് നിങ്ങളുടെ ഓഫീസ് എന്നുള്ളത്. അപ്പോൾ വീണ്ടും കൺഫ്യൂഷനായി. കാരണം നമ്മളിനി ഓഫീസില്ലാതെ പോയിട്ട് കാര്യമില്ല, കാരണം ഓഫീസ് എന്തെങ്കിലും വിടണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ താഴെ വന്ന് ബൈക്കിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇരുന്ന് ആ ബിൽഡിങ്ങിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഇരിക്കുമ്പോഴാണ് അതിൻ്റെ താഴെ ഒരു ബോർഡ് കാണുന്നത്, റൂം ഫോർ റെൻറ്റ്. അപ്പോൾ തന്നെ ആ നമ്പറിൽ വിളിച്ചു. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിരുന്നു അതിൻ്റെ ബിൽഡിംഗ് ഓണറുടെ കട. അപ്പോൾ ആളായിട്ട് സംസാരിച്ചു. അന്ന് 5000 രൂപയാണ് ആ ഓഫീസിൻ്റെ വാടക. എനിക്ക് ഒരു 150 സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ചെറിയൊരു ഓഫീസ്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിൽ സംസാരിച്ചു. കയ്യിൽ എടുക്കാൻ കാശൊന്നുമില്ല, ഓഫീസ് തുടങ്ങുന്നുണ്ടെങ്കിലും. പിന്നെ അത് ഹെൽപ്പ് ചെയ്തോ അങ്ങനെ ഒരു ഓഫീസൊക്കെ ആയി? ഇപ്പോൾ വീട്ടിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ അമ്മയുടെ മാലയൊക്കെ പണയം വെച്ച്, അത് പിന്നെ എല്ലാ മക്കൾക്കും എല്ലാ അമ്മമാരുടെയും യോഗമാണല്ലോ, അത് അമ്മയുടെ മാലയൊക്കെ പണയം വെച്ചിട്ട് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ഓഫീസിൽ സ്റ്റാഫുകൾ ഒരുപാട് ഒന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നീട് വളർന്നല്ലോ. അത് വുഡ് നെസ്റ്റ് എന്നൊരു വലിയ ബ്രാൻഡാണ് കേരളത്തിൽ. അന്ന് നിങ്ങൾ ബൈക്കിലാണ് പോയെന്ന് പറഞ്ഞല്ലേ, ബൈക്കിൽ നിന്നുള്ള പരിണാമം പിന്നെ എന്തായി? അത് ബൈക്കിൽ പോയിരുന്നു. പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ ഒരു ആക്സെൻ്റ് കാർ വാങ്ങിച്ചു. അത് കല്യാണം വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സ്വിഫ്റ്റ് കാർ വാങ്ങിച്ചു. ഒരു ഡീസൽ വണ്ടി വേണമായിരുന്നു യാത്ര ചെയ്യാൻ. എനിക്ക് ഒന്നാമത് ട്രാവൽ ചെയ്യാൻ ഭയങ്കര താല്പര്യം, ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു സ്വിഫ്റ്റ് കാർ വാങ്ങിച്ചു. അപ്പോൾ ആ സ്വിഫ്റ്റ് കാർ ശരിക്കും ഞങ്ങളെ ബിസിനസ്സിൽ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ കേരളത്തിൽ എവിടെ വർക്ക് ചെയ്യാനും എവിടേക്കും പോവാം. അപ്പം പിന്നെ ഏത് വണ്ടിയിലേക്ക് പോയി? അടുത്തത് ഞാൻ പോയത് ഒരു പുതിയ ക്രെറ്റ, 2 പേരും പുതിയ ക്രെറ്റ എടുത്തു. പിന്നീട് BMW 5 സീരീസ്. ഒതുങ്ങിയോ? ഇല്ല, അത് പിന്നെ നമുക്ക് പിന്നെ ജീപ്പ് കോമ്പസ്, പിന്നെ BMW X3. നിങ്ങളെ ബൈക്കിൽ ഓടിച്ച് നടന്ന ആൾ ഇപ്പോൾ അവിടം വരെ എത്തി എന്നുള്ളതാണ് സത്യം അല്ലേ? അതെ. അങ്ങനെ വുഡ് നെസ്റ്റ് അതിൻ്റെ വളർച്ചയ്ക്ക് ആ ഒരു പാൻഡമിക് കാലത്ത് അതിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? പാൻഡമിക് ടൈമിൽ ഏതൊരു സംരംഭകൻ്റെ പോലും ഞങ്ങളും ഒരുപാട് ടെൻഷനിലായിപ്പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് ചെയ്യും എന്നുള്ളത്. ആ സമയത്താണല്ലോ സാറിൻ്റെ പോലെ ആൾക്കാർ നമ്മളെ എല്ലാം വിളിച്ച് നമ്മളൊരു ഓൺലൈൻ മീറ്റിങ്ങുകൾ കൂടുന്നു, നമ്മളെ എല്ലാം മോട്ടിവേറ്റ് ചെയ്യുന്നു. ശരിക്കും പാൻഡമിക് നമ്മുടെ ലൈഫിനെ മാറ്റി വളർത്തി എന്ന് വേണം ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ താങ്കളുടെ വീട് പണിയൊക്കെ നടക്കുന്ന സമയമാണോ? സമയം അല്ലേ? വീട് പണി കഴിഞ്ഞു. ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട് 10 വർഷത്തോളം ഞാൻ ചാലക്കുടിയിൽ താമസിച്ചിരുന്ന ഒറ്റയ്ക്കാണ്. കല്യാണം കഴിഞ്ഞിട്ട് പോലും ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ മാസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ വീട്ടിൽ നിൽക്കാറുള്ളൂ. ഞാൻ ആകെ കൂടിയിട്ട് ഒരു 40 ദിവസത്തോളം വീട്ടിൽ നിന്നത് ഈ പാൻഡമിക്കിൻ്റെ ടൈമിലാണ്. ആ സമയത്ത് വീട് പണി കഴിഞ്ഞു, പുതിയ വീട്ടിൽ താമസാക്കി. അപ്പോൾ അതൊക്കെ അതിനുള്ള പണമൊക്കെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നോ? നമ്മളെ നാട്ടിലൊരു ബിസിനസ് തുടങ്ങി ഒരു സമ്പാദ്യം ഒന്നൊക്കെ ആവാൻ ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ. എന്തായാലും നമ്മളെല്ലാം ബിസിനസ്സിലേക്ക് തന്നെ ഇറക്കേണ്ടി വരും, കാരണം നമ്മളൊന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്തതല്ലേ. അപ്പോൾ കുറച്ച് പൈസ ലോൺ എടുത്തു, പിന്നെ വൈഫിൻ്റെ കുറച്ച് ഗോൾഡൊക്കെ ഉണ്ടായിരുന്ന എല്ലാം കൊടുത്തൊരു നല്ലൊരു വീട് പണിതു. ശരിക്കും ആ വീട് ഞങ്ങൾ കുറച്ച് ഫേസ്ബുക്കിലൊക്കെ നല്ലോണം ആക്റ്റീവായിരുന്നു, നമ്മുടെ പേജും എല്ലാം. അപ്പോൾ ആ വീട് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു. ഫസ്റ്റത്തെ ലോക്ക്ഡൗണ് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള, അത്യാവശ്യം പച്ചപ്പും ഒക്കെ ആയിട്ട് അത്യാവശ്യം നന്നായി ചെയ്തൊരു വീടാണ് അത് നല്ല രീതിയിൽ നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്തു. ആ സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒന്നുകൂടി കുറച്ച് ട്രെയിനിങ്ങുകൾ ഞാൻ ചെയ്തിരുന്നു. ഫേസ്ബുക്ക്, ഗൂഗിൾ ആഡ്സിൻ്റെ ഒക്കെ. എൻ്റെ ഒരു ഫ്രണ്ട് രാകേഷ്, ആൾ വഴി ഗൂഗിൾ ആഡ്സ് ഞാൻ പഠിച്ചു. അപ്പോൾ ആളെൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ചേർന്നതിന് ശേഷമാണ് ഫ്രണ്ട് ആയതിട്ട്. കാരണം 2000 രൂപയുടെ ഒരു കോഴ്സായിരുന്നു ഗൂഗിൾ ആഡ്സ് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ടപ്പോൾ അന്ന് നമുക്ക് എന്തായാലും വേറെ ഒരു പരിപാടിയും ഇല്ല. അപ്പോൾ ഗൂഗിൾ ആഡ്സ് ഒന്ന് പഠിക്കാം.
അങ്ങനെ കയറി പഠിച്ചതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജിതിൻ കാലത്തൊരു സോഷ്യൽ മീഡിയ ശരിക്കും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആയി എന്നുള്ളതാണ്. കാരണം എൻ്റെ കേസ് സ്റ്റഡിയിൽ പോലും ഞാൻ നിങ്ങളുടെ വുഡ്നെസ്സിനെയും ജിതിൻ്റെ കഥ പറയുമായിരുന്നു. ഏകദേശം ആ സമയം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് ഉണ്ടാക്കിയെടുത്തത്. അതെ അതെ, എനിക്ക് തോന്നുന്നു അന്ന് കേരളത്തിൽ അത്രയും ഫോളോവേഴ്സുള്ള രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കമ്പനി ആയിരുന്നു നമ്മൾ. അതുപോലെ ഫോളോവേഴ്സ്, അത് നല്ല ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ ഇട്ടിട്ടാണ്. അതോടുകൂടി വുഡ്നെസ്സിൻ്റെ ചരിത്രം മാറി വളർന്നു. അതെ അതെ, അത് വിജയിച്ചു. 100 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ ആ സ്ഥാപനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് നമുക്ക് ഒരു 6000 സ്ക്വയർ ഫീറ്റിന് മേലെ ഓഫീസുണ്ട്, ഒരു 15,000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് ഫാക്ടറി ഉണ്ട്. എത്ര തൊഴിലാളികളുണ്ടെന്ന്? തൊഴിലാളികൾ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ ഓഫീസ് സ്റ്റാഫ് തന്നെ ഏകദേശം ഒരു 130 എബവ് ഉണ്ട്. വെരി ഗുഡ്. എത്ര പ്രോജക്റ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? മോർ ദാൻ 2000 പ്രൊജക്റ്റ് നമ്മൾ 2000 പ്രോജക്റ്റുകൾ ഈ കാലയളവിൽ. അതെ അതെ, 2 സുഹൃത്തുക്കൾ തുടങ്ങിയ സംരംഭം വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. അതെ, അത് ഇന്റീരിയർ മേഖലയിലാണ് നിങ്ങൾ പ്രാവീണ്യം തെളിയിച്ചത്. അതെ, അത് നമ്മൾ ഇൻറ്റീരിയേഴ്സാണ് തുടങ്ങിയതെങ്കിൽ നമ്മൾ പിന്നെ അത് ഡെവലപ്പേഴ്സ് എന്നുള്ള രീതിയിൽ അത് നമ്മൾ ഇപ്പോൾ വുഡ്നെസ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ. കൺസ്ട്രക്ഷനും അതിൽ വരുന്നുണ്ട്. ഉണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു സംരംഭം വളരെ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങി അല്ലേ? നിങ്ങളൊരു ആവറേജ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു. അതെ അതെ, അവിടെ നിന്നാണ് നിങ്ങൾ ഒരു വിജയം നേടിയത്. BMW ഓടിച്ചു നടക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിപരമായി നിങ്ങളെ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന എനിക്ക് സംരംഭകർക്ക് ആ ഒരു മോഹത്തിൽ ഒതുങ്ങുന്നില്ല സംരംഭം എന്ന് പറയുന്നത്. സംരംഭമോഹം അവിടെ തീർന്നോ? പുതിയതിലേക്ക് ഇറങ്ങിയോ? സംരംഭം ശരിക്ക് ഒരു എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളൊരു സംരംഭം അവന് ചെറുപ്പത്തിൽ ബ്ലഡിൽ ഉണ്ടാവും എന്ന് പറയും. പക്ഷേ എനിക്കറിയില്ല, അറിഞ്ഞിരുന്നില്ല ഞാൻ എൻ്റെ ബ്ലഡിൽ അങ്ങനെ ഒരു സംരംഭം നല്ല രീതിയിലുണ്ട് എന്നുള്ളത്. അവിടെയാണ് എനിക്ക് തോന്നുന്നത്, എവിടെ നിന്നാണ് ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഇതൊക്കെ തലയ്ക്ക് പിടിക്കുന്നത്? നിങ്ങളുടെ ഒരു ഇൻറ്റീരിയേഴ്സ് എന്നൊക്കെ തലയ്ക്ക് പിടിക്കുന്നത് എവിടെയാണ്? അതിനിടയിൽ ഞാൻ ചോദിക്കാൻ പറഞ്ഞു, നമ്മുടെ പ്രണയം എന്തായി പഴയത്? അത് ആസ് യൂഷ്വൽ തേക്കപ്പെട്ടു. അത് പോയി. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായോ? അല്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ നാട്ടിൽ വന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും അറബി നാട്ടിൽ നമ്മൾ അപ്പോൾ അതൊക്കെ പോയി, അതോടുകൂടി ഇൻറ്റീരിയേഴ്സ് തലയ്ക്ക് പിടിച്ചു. അത് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ പിന്നാലെ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയം കിട്ടിയില്ല. വെരി ഗുഡ്. അപ്പോൾ വേറെ എന്ത് വെഞ്ചറാണ്? എൻ്റെ ബിസിനസ്സിലെ ഒരു 10-12 കൊല്ലം ഞാൻ ഈ ഒരു ഷമീം സാർ പറഞ്ഞു എന്നെ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. നിങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ട് കുറേ സംഭവങ്ങൾ തുടങ്ങിയിട്ട് എല്ലാം കൂടി കോളാക്കരുത്, അല്ലെങ്കിൽ ഉള്ള ബിസിനസ് നല്ല രീതിയിലാവണം. അപ്പോൾ ഒരു 12 വർഷം ഞാൻ വുഡ്നെസ്സിൽ എൻ്റെ പിന്നിൽ തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഒരു ബ്രാൻഡായി മാറി. അത് ഒരു ഓൾ വേൾഡിൽ എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഇടയിൽ അറിയപ്പെടുന്ന നല്ലൊരു ബ്രാൻഡായി മാറി. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞ ഒരു റിലീഫ് എടുക്കുക എന്നുള്ള രീതിയിൽ, ഒരു ബിസിനസ്സിനെ സ്ട്രെസ്സൊക്കെ എന്നുള്ള രീതിയിലൊന്ന് അതിൽ നിന്നൊന്ന് മാറി ഞാൻ കുറച്ച് നാൾ മാറി നിന്നു. അപ്പോൾ പിന്നെയാണ് എൻ്റെ മനസ്സിൽ ഈ ഷമീം സാറൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മകൾ വരുന്നത്. അതായത് ഒരു സംരംഭകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങി അതിൻ്റെ പിന്നാലെ മാത്രം നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2021 എൻ്റെ ബ്രദറായിട്ട് ക്രിയേറ്റർ ബാർ എന്നുള്ള കമ്പനി തുടങ്ങി. ക്രിയേറ്റർ ബാർ എന്താണ്? ക്രിയേറ്റർ ബാർ ഒരു 100% കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയേഴ്സിൽ ഫോക്കസ് ചെയ്തുള്ള കമ്പനിയാണ്. കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിത്ത് ദുബായിലാണ് ഒരു 15 വർഷം വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുബായിലത്തെ അറിയാലോ, അവിടെ നല്ല കമ്പനികളിലാണ് ആൾ വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല എക്സ്പീരിയൻസ് ആൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റർ ബാറിൽ ഒരു കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയറാണ്. ഓഫീസുകൾ, റെസ്റ്റോറൻറ്റ്, കഫേ, ബോട്ടിക്ക്, റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റുകൾ, റിസോർട്ട്, അങ്ങനത്തെ പ്രൊജക്റ്റിലാണ് ക്രിയേറ്റർ ബാർ. ഞങ്ങളുടെ സഹോദരനും കൂടി അതിൽ വെഞ്ചറിലുണ്ട്. അതെ, അദ്ദേഹത്തിൻ്റെ പേര് ജിത് മോഹൻ. അപ്പോൾ ആ സംരംഭം വിജയിച്ചോ? അത് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയറുകളിലെ
നല്ലൊരു കമ്പനിയായിട്ട് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഏതൊക്കെ ബ്രാൻഡുകളാണ് അത് അസോസിയേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇവിടെ ഇടപ്പള്ളിയിലുള്ള ഓഫീസുണ്ട്, ഈസ്റ്റേൺ, മീരാൻ, MTR, ഈ ഫോർച്യൂൺ ട്രാവൽസ്, അതുപോലെ തന്നെ കാലിക്കട്ട് ക്യാപ്പിൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 8,000 സ്ക്വയർ ഫീറ്റിൽ അതൊരു ഷെയർ ട്രേഡിങ്ങിൻ്റെ ഒക്കെ ഒരു കമ്പനിയാണ്. ഈ അടുത്ത് എന്തോ അവാർഡുകൾ നേടുകയുണ്ടായി. അതെ, ആർക്കിടെക്ചറൽ ആൻഡ് ഇൻറ്റീരിയർ എക്സലൻസ് അവാർഡ് കിട്ടിയിരുന്നു ആ ക്യാപ്പിൻഡെക്സിലെ പ്രൊജക്റ്റിന്. പിന്നെ ജിത് മോഹന് ഒരു പ്രൊജക്റ്റിന് ഒരു ബെസ്റ്റ് ഇൻറ്റീരിയർ ഡിസൈനർ അവാർഡ് കിട്ടിയിരുന്നു. അതിൻ്റെ വളർച്ച ഞാൻ നോക്കിക്കണ്ട ഒരാളാണ്. കാരണം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരുകയും എനിക്ക് തന്നെ ഒരു അനുഭവം പങ്കുവയ്ക്കാനുള്ള എൻ്റെ ഒരു നല്ല സുഹൃത്ത്, അദ്ദേഹം ഒരു വലിയ ഹോട്ടൽ ശൃംഖലയുടെ ഉടമയാണ് കൊച്ചിയിലുള്ള. അദ്ദേഹം എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, എൻ്റെ റോട്ടറി ക്ലബ് മെമ്പറാണ്, ഈ ക്രീഡ ബാറുമായി ഒരു കണക്ഷൻ ആരെ വിളിച്ചാൽ കിട്ടും അവരുമായി സംസാരിക്കാൻ. അപ്പോഴാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നത് അതിൻ്റെ ഒരു വളർച്ചയിൽ. അത് തീർച്ചയായും വിജയിച്ചു. ആ ഒരു സ്പേസിൽ കേരളത്തിൽ നിന്നൊരു വലിയ ലീഡിങ് ബ്രാൻഡായി അല്ലേ? തീർച്ചയായിട്ടും. അത് ക്രിയേറ്റീവ് ബാർ തുടങ്ങാനുള്ള എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിത്തിൻ്റെ എക്സ്പീരിയൻസും എനിക്ക് നമ്മൾ ഇവിടെ നാട്ടിലൊരു 10 വർഷം ബിസിനസ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും അത് മാർക്കറ്റ് ചെയ്യാനും ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിവുള്ള നല്ല ഔട്ട്പുട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന്, കഴിവുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അതിനെ മാർക്കറ്റ് ചെയ്ത് ഒരു ബ്രാൻഡാക്കാൻ എനിക്ക് നന്നായി അറിയാം. സംരംഭമോഹം അവിടെ ഒതുങ്ങിയില്ല. ഞാൻ ഒതുങ്ങും എന്ന് ഇത് ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാതെ തുടങ്ങിയതാണ് ക്രിയേറ്റീവ് ബാർ. അത് കാരണം ജിത്ത് അവിടെ നിന്ന് വരാൻ വേണ്ടി ഒരു പ്ലാൻ ഇട്ടു. അപ്പോൾ പിന്നെ ആൾക്ക് എന്നുള്ള രീതിയിൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ക്രിയേറ്റീവ് ബാറിൻ്റെ മാനേജിങ് ഡയറക്ടർ ജിത്താണ്. ഞാനതിലധികം ഇൻവോൾവ്ഡ് ആയിരുന്നില്ല, ഇപ്പോഴും അല്ല. പക്ഷേ നമുക്ക് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ തന്നെ ക്ലയൻറ്റുകളുണ്ട് ഒരുപാട്. ക്രിയേറ്റീവ് ബാറിൻ്റെ സാറ് കണ്ടിട്ടുണ്ടല്ലോ, ഒരു എല്ലാം ഡിഫറെൻ്റ് ഒരു കളർഫുള്ളൊക്കെ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഇൻറ്റീരിയറാണ്. അപ്പോൾ അതിന് എല്ലാം ബിസിനസ്സുകാരാണ്. അപ്പോൾ അവർക്ക് ആ ബിസിനസ്സുകാർക്ക് തന്നെ അവരുടെ വീടുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു വീടുകൾക്കും ആ ഒരു ടേസ്റ്റ് വേണം എന്നുള്ളൊരു ആഗ്രഹം വന്നു തുടങ്ങി. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഹോംസിൻ്റെ എന്നുള്ള രീതിയിൽ അവിടെ റിക്വയർമെൻറ്റ് വന്നു തുടങ്ങി. അപ്പോൾ അവിടെ നമ്മളൊരു ക്രിയേറ്റീവ് ബാറിൻ്റെ ഷോർട്ട് ഫോമാണ് CBR. അപ്പോൾ നമ്മളവിടെ ഒരു CBR ഹോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവിഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. CBR ഹോംസ് മെയിൻലി ഫോക്കസ്ഡ് ഒരു ഡിസൈൻ ഓറിയൻറ്റഡ്. സാധാരണ നമ്മൾ നല്ല ഇൻറ്റീരിയർ ചെയ്യാൻ ഒരുപാട് കമ്പനിയുണ്ട്. പക്ഷേ CBR ഹോംസ് പറഞ്ഞാൽ ഡിസൈൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും. കാരണം നമുക്ക് അതിന് വേണ്ടി അവിടെ ഒരു ഡിസൈൻ സ്റ്റുഡിയോ ഉണ്ട്. അവിടെ പുതിയ ഡിസൈനിന് വേണ്ടിയിട്ട് റിസർച്ച് ടീം വരെയുണ്ട് നമുക്ക്. അവർ റിസർച്ച് ചെയ്ത് പുതിയ ഡിസൈൻ, നമ്മൾ ഓരോ ക്ലയൻറ്റിനും വ്യത്യസ്തമായ ഡിസൈനുകൾ കൊടുക്കാനാണ് നമ്മൾ CBR ഹോംസിൻ്റെ മെയിൻ ഇത്. അല്ലാതെ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മൾ അല്ല, നമുക്കൊരു പാഷനേറ്റായിട്ട് പുതിയ ഡിസൈനുകൾ, ഡിഫറെൻറ്റ് പ്രൊജക്റ്റുകൾ, അങ്ങനത്തെ ഫോക്കസാണ് CBR ഹോംസ്. ഇതിൽ നമ്മൾ പല ക്രിയേറ്റീവ് ബാറിൻ്റെ ഒരു ഡിവിഷനാണല്ലോ. അപ്പോൾ അതിൽ വരുന്ന ബിസിനസ്സുകാരാണ്. ബിസിനസ്സുകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹോട്ടലുകൾ അങ്ങനെ പല സ്ഥലത്തും ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് അവരുടെ പ്രൊജക്റ്റുകളിലും ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ നമ്മൾ ഒരു റിസർച്ച് ടീമിനെ വെച്ചിട്ട് റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഓരോ പ്രൊജക്റ്റും വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ CBR ഹോംസിൻ്റെ ഒരു ഫോക്കസ്. വെരി ഗുഡ്. അത് എത്ര നാളായി ഇപ്പോൾ? അത് ഒരു നിയർലി 6 months ആവുന്നുള്ളൂ. ഈ 6 monthsനുള്ളിൽ എന്തെങ്കിലും ഒരു മൈൽ സ്റ്റോൺ ഉണ്ടായോ? തീർച്ചയായിട്ടും. അത് 6 months ഏകദേശം 25 പ്രൊജക്റ്റ് നമ്മൾ ഓൾറെഡി. നിങ്ങളൊരു മാർക്കറ്റിങ്ങിലൊരു ഗുരുവാണ് അല്ലേ? ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് നിങ്ങൾക്ക് ആളെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് അറിയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താൽ മാത്രം പോരാ. കാരണം അതിന് വേണ്ട സ്റ്റഫ് ഉണ്ടാകണം. ഇപ്പോൾ
ക്രിയേറ്റർ ബാറിൻ്റെ ആ ഒരു ഡിസൈൻ സ്കില്ല് അവിടുന്ന് ആ പ്രൊഡക്റ്റുകളും പ്രൊജക്റ്റ് ആ ക്വാളിറ്റി പ്രൊജക്റ്റുകളും വന്നതുകൊണ്ടാണ് നമുക്ക് പ്രസന്റ് ചെയ്തതുകൊണ്ടാണ് പ്രസന്റ് ചെയ്യാൻ ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് ആവില്ല. ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബ്രാൻഡിന് വേണ്ടി ആ ബ്രാൻഡ് ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് അവിടെ ഒരു ബ്രാൻഡിങ് ടീം തന്നെ ഉണ്ട് ക്രിയേറ്റീവ് ബാറിൽ. ഷമീം സാറിന് അറിയാമല്ലോ, നമ്മുടെ ഒരുപാട് പ്രോഗ്രാമുകളിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഈ ഒരു പ്രോജക്റ്റ്, അതായത് ചുരുങ്ങി 6 മാസം കൊണ്ട് 25 പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. കേരളത്തിൽ ഇത്ര ടഫായിട്ടുള്ള മാർക്കറ്റിൽ അവിടെ ഒരു ചെറിയ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. വുഡ് നെസ്റ്റും CPR-ഉം അതൊരു കോമ്പറ്റീഷനായോ? അപ്പോൾ അതൊരിക്കലും കോമ്പറ്റീഷൻ ആവില്ല. അതെല്ലാവർക്കും നോർമലി ഒരു നിങ്ങളുടെ സംരംഭം തന്നെയാണ്. അല്ല, നമ്മൾ ഇപ്പോൾ ഷമീം സാറിനെ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരുപാട് സംരംഭകർ പല പല ഇപ്പോൾ ടാറ്റയ്ക്ക് നോക്കുകയാണെങ്കിൽ വെസ്റ്റ് സൈഡ് ഒക്കെ അവരുടെയാണ് തന്നെയാണ് സ്റ്റുഡിയോ. അവിടെ എവിടെയെങ്കിലും കോമ്പറ്റീഷൻ വരുന്നുണ്ടോ? അതൊരു മാർക്കറ്റുണ്ട്. ഒരു സംരംഭകം എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങുക, ആ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുക, അതാണ് ഇത്. വുഡ് നെസ്റ്റ് എന്നത് പറഞ്ഞാൽ ഒരു 13 വർഷമായിട്ടുള്ള ഒരു കമ്പനിക്ക് ഈ ഒരു നമ്മുടെ നാട്ടിൽ എത്രയോ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഞാനാണ് എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും 13 വർഷവും ഒരു 6 മാസവും നമ്മളൊരിക്കലും ഒരു മാച്ചല്ല. അപ്പോൾ രണ്ടും ഗ്രോ ചെയ്യും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ഗ്രോ ചെയ്തിരിക്കും. വെരി ഗുഡ്. അപ്പോൾ അവിടെയോ ഒതുങ്ങിയോ സംരംഭം, അതോ വേറെ എന്തെങ്കിലും വെഞ്ചറിൽ കൈവച്ചോ? ഇല്ല, ഞാൻ ഇപ്പോൾ CBR ഹോംസിലായാലും ഞാനല്ല ഫോക്കസ്ഡ്. അവിടെ ഞാൻ ഒരു പുതിയ പാർട്ട്ണറെ കണ്ടെത്തി, ആളാണ് അതിൻ്റെ മാനേജിങ് ഡയറക്ടർ. ഒരു സംരംഭകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിരുന്ന് പണിയെടുക്കേണ്ട ആളല്ലല്ലോ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സംരംഭങ്ങൾ, പുതിയ ആൾക്കാർ വഴി നമ്മൾ പുതിയ സംരംഭങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ എൻ്റെ ചാലക്കുടിയിൽ ഞാനവിടെ ഈ ഫ്രീ ആയി എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അവിടെ ഒരു IPL എന്നുള്ള ഇതിൽ ജോയിൻ ചെയ്തു, റോട്ടറിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ച് സുഹൃത്തുക്കൾ കിട്ടി അവിടെ നിന്ന്. അപ്പോൾ അവരിന്ന് ഞാൻ അതിലത്തെ ഞാനടക്കം ഒരു 9 പേരായിട്ട് ഒരു ഡെക്കാലാൻഡ് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള രീതിയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ടൂറിസം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രോജക്റ്റ്? അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാലക്കുടി പുഴയുടെ അടുത്ത് ഒരു റിസോർട്ട് ആണ് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ പൈപ്പ് ലൈനിലുണ്ട്. നമുക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ടൂറിസം അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഇപ്പോൾ വില്ല പ്രൊജക്റ്റുകൾ അങ്ങനത്തെ അങ്ങനെ ഒരു കൂട്ടായിട്ട് നിന്നാൽ ഇപ്പം നമ്മളൊരാൾ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വലിയ പ്രൊജക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. പക്ഷേ 9 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10 പേര് എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഡെക്കാലാൻഡ് എന്നുള്ള പേര് തന്നെ 10 എന്നുള്ളതിൽ നിന്നാണ് ഇട്ടുള്ളത്. അതിൽ 9 പേര് ഞങ്ങളും 10ാമത് ദൈവം ഗോഡ്. അങ്ങനെയാണ് അതാണ് ഡെക്കാലാൻഡ്. വെരി ഗുഡ്. ഡെക്കാലാൻഡ് ഉണ്ടോ അതോ വേറെ എന്തെങ്കിലും പ്രോജക്റ്റ് തുടങ്ങിയോ? അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പ്രോ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡുലാർ സൊല്യൂഷൻ ആയിട്ടുള്ള കമ്പനിയുണ്ട്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻറ്റീരിയർ ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ ചെയ്യുന്ന സംരംഭങ്ങൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളൊരു ഫാക്ടറി ഇടാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞങ്ങളൊരു ഫാക്ടറി ഇടുന്ന പറയുമ്പോൾ അതിന് വരുന്ന ഒരു എക്സ്പെൻസ് ഹ്യൂജ് എക്സ്പെൻസാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് കഴിഞ്ഞാൽ അതേ ഫീൽഡായിട്ട് നമ്മൾ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അതിൽ ഒരാൾക്ക് ഹാർഡ്വെയർ ഷോപ്പാണ്, ഒരാൾ വുഡ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ഉണ്ട്, ഒരാൾ കൺസ്ട്രക്ഷൻ ഉണ്ട്. പിന്നെ ഓൾറെഡി നമ്മുടെ ക്രിയേറ്റീവ് ബാർ CBR ഹോംസ്, പിന്നെ ഞാനും, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആ ആൾക്കാരായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർക്കും ഈ ഫാക്ടറി യൂസ് ചെയ്യാം, ഞങ്ങൾക്കും ഈ ഫാക്ടറി യൂസ് ചെയ്യാം. അപ്പോൾ അവർക്കും ഒരു എന്താ പറയുക പുതിയ സംരംഭം. അപ്പോൾ നമ്മൾ അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു കമ്പനിയായി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റ് ഒരു സംരംഭം നടത്തി അത് വിജയിപ്പിച്ചതിന് ശേഷമാണ് ഓരോ ഇതിലും വെഞ്ചർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും അതൊരു വലിയ കാര്യം തന്നെയാണ്. ജിതിൻ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത പ്രസക്തമായ ചോദ്യം. അതിനിടയിൽ ഞാൻ നിങ്ങളുടെ ഷർട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, 2 ലോഗോ. എന്താ ഇത്? ഒരെണ്ണം അത് ഒരു ക്ലോത്ത് ബ്രാൻഡാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ശരി, ലോകത്ത് വളരെ പ്രശസ്തമായ ബ്രാൻഡാണ്. ഇതെനിക്ക് മനസ്സിലായി. ഇതെന്താണ്? ഇത് എൻ്റെ സ്വന്തം ബ്രാൻഡാണ്. അതായത്
ജിതിൻ മോഹൻ. ഓ, JM ആണത്. അതെ, അതൊരു ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ് ആണ്. അതെ. അത് ശരി. അപ്പോൾ JM എന്ന് പറയുന്നത് ജിതിൻ മോഹൻ എന്ന് പറയുന്ന ആളൊരു ബ്രാൻഡ് ആവുകയാണ് അവിടെ. ഇത്തരം സംരംഭങ്ങൾ വിജയിപ്പിച്ച് ഇതിലൂടെ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു ഓഫീസ് പുതിയത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാബിൻ, MD ക്യാബിൻ, പിന്നെ ഒരു റിസപ്ഷൻ, പിന്നെ ഒരു 10 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ മീറ്റിംഗ് റൂമും. ആ ഒരു ഓഫീസിന് ഒരു പേര് വേണം. അപ്പോൾ അതിനൊരു ലൈസൻസ് വേണം. അപ്പോൾ ഞാൻ അതിന് ഇട്ടുള്ള പേര് എന്ന് പറയുന്നത് JM പരമർശ എന്നാണ്. പരമർശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് പല ആൾക്കാർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് മനസ്സിലാവാണ്ട്. കാരണം അങ്ങനെ ഒരു വേർഡ് ആരും കേട്ടിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പരമർശയാണോ പരാമർശം എന്നുള്ളതാണോ? ശരിക്കും പരമർശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻസ്ക്രിറ്റ് വേർഡാണ്. കൺസൾട്ടിങ് എന്നാണ് അതിൻ്റെ, അങ്ങനെ ഒരു വാക്കുണ്ട്. കൺസൾട്ടിങ് എന്നുള്ളതിൻ്റെ സാൻസ്ക്രിറ്റ് വേർഡാണ് പരമർശ. അപ്പോൾ ഞാനാദ്യം JM ജിതിൻ മോഹൻ എന്നുള്ളതിൻ്റെ JM-ഉം പിന്നെ കൺസൾട്ടിങ് എന്നുള്ള രീതിയിൽ പല മറ്റേ ഭാഷകളിലും ഒക്കെ ഞാൻ പേരുകൾ നോക്കി. ഇപ്പോൾ സ്പാനിഷ് ഇതൊക്കെ നോക്കി. പക്ഷേ എങ്ങനെയായാലും അത് കൺസൾട്ടിങ് എന്ന് വരുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ ഡയറക്റ്റ് കൺസൾട്ടിങ് എന്ന് വരും ചെയ്യരുത്, എന്നാൽ പേരിനൊരു വ്യത്യസ്തത വേണം. അങ്ങനെ ഇതായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത്. അപ്പോൾ എല്ലാ ബിസിനസ്സിനും നമ്മൾ ബിസിനസ്സുകൾ എത്ര കൂടുന്തോറും അതിലേക്കുള്ള നമ്മൾ ഡയറക്റ്റ് എത്തിയില്ലെങ്കിലും അതിൻ്റെ മെയിൻ അക്കൗണ്ട്സിൽ നമ്മുടെ ഫോക്കസ് എന്തായാലും ഉണ്ടാവണം. അപ്പോൾ ഞാനവിടെ വൈഫിനെയും നമ്മുടെ ഒരു ഓഡിറ്റിംഗ് ലെവലിൽ നമ്മളവിടെ ഒരു സ്റ്റാഫിനെ ഉണ്ട്, ഒരു 1-2 സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ കമ്പനികളും പുതിയ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. ബ്രാൻഡ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് പണി ആദ്യം ഞാൻ തന്നെയാണ് എടുക്കുക. കാരണം അതിൽ എല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും പേഴ്സണലി അതിൻ്റെ പിന്നിൽ ഓടാൻ ചിലപ്പോൾ ടൈമില്ല. അപ്പോൾ നമ്മൾ അതെല്ലാം തുടങ്ങി അതിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി, കമ്പനിയുടെ ഫോർമേഷൻ മുതൽ നമ്മളെല്ലാം സെറ്റാക്കി, അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അത് അവിടെ നിന്ന് സെറ്റാക്കും. പിന്നെ നമ്മൾ അതിലേക്ക് പുതിയ ആൾക്കാരെ കണ്ടെത്തി അത് നടത്താനുള്ള രീതിയിൽ എല്ലാവരും കൂടി പോകണം. കാരണം ആരെങ്കിലും ഒരാൾ അതിനു വേണ്ടി മെനക്കെട്ടാലാണ് ശരിക്കും ആ ഒരു പുതിയ കമ്പനി ഫോം ആവാൻ പറ്റുള്ളൂ. ജിതിൻ മോഹൻ JM എന്ന ഒരു ബ്രാൻഡായി കഴിഞ്ഞു. വളരെ എളിയ തുടക്കം, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പഠനത്തിലായാലും ജോലിയായാലും ഒരു സംരംഭം തുടങ്ങിയപ്പോൾ പോലും, പക്ഷേ അത് കഠിനാധ്വാനത്തോടെ പാർട്ട്നേഴ്സിൻ്റെ സഹായത്തോടു കൂടി തന്നെ അത് വിജയിപ്പിച്ചൊരു വ്യക്തിയാണ്. ആ വിജയത്തിൽ ഊന്നിയുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് താങ്കൾ ബാക്കിയുള്ള എല്ലാ വെഞ്ചേഴ്സിലേക്കും കടന്നിരിക്കുന്നത്. ഇന്ന് JM ഒരു ബ്രാൻഡാണ്. ഇത് തുടങ്ങിയ എല്ലാ വെഞ്ചറും വിജയിപ്പിക്കാനാവും എന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ കേട്ടു JM ജിതിൻ മോഹൻ എന്ന ഈ വിജയിച്ച സംരംഭകൻ്റെ ഗാഥ. വളരെ എളിയ തുടക്കമാണ്. എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും സമൂഹത്തിലെ പലരെപ്പോലെയും വളരെ ആവറേജായിരുന്നു പഠനത്തിൽ. പഠനമൊന്നുമല്ല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ച് പഠിക്കാതിരുന്നിട്ട് കാര്യമില്ല. എവിടെയോ കണ്ടെത്തിയൊരു പാഷൻ ഇൻറ്റീരിയേഴ്സിനോട്, ആ പാഷൻ അതൊരു പ്രണയമായി. അത് വളരെയധികം ഫോക്കസോടുകൂടി ചെയ്തതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ശ്രീ വിജയുമായി ഒരു സംരംഭം പടുത്തുയർത്തുന്നു. വുഡ് നെസ്റ്റ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറി. അത് വിജയിപ്പിച്ചതിന് ശേഷം ശ്രദ്ധിക്കുക, നമ്മൾ പല സംരംഭം തുടങ്ങുമ്പോഴല്ല വിജയിക്കുന്നത്. ഒരു സംരംഭം വിജയിപ്പിച്ച് വേറെ സംരംഭങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ്. അതാണ് നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇതിനു മുന്നേ വിജയിച്ച ആരെ എടുത്ത് നോക്കിയാലും അവരൊക്കെ അങ്ങനെ വിജയിച്ചവരാണ്. അത് ആ പാതയിലാണ് JM എന്ന ജിതിൻ മോഹനും. ജിതിൻ മോഹൻ പിന്നീട് തുടങ്ങിയ സംരംഭങ്ങളുടെ ആ പോക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് വിജയപാതയിലാണ്. അദ്ദേഹം സ്വന്തമായി കുറേയധികം സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കുക, ക്വാളിറ്റിയിൽ ശ്രദ്ധയൂന്നി കണ്ടൻറ്റോടുകൂടി ഡിജിറ്റൽ സ്പേസിൽ നന്നായി അദ്ദേഹത്തിന് കസ്റ്റമേഴ്സിലേക്ക് എത്താനും അവർക്ക് വേണ്ടത് കൊടുക്കാനും ആവുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ പല ആൾക്കാരും സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതിന് കഷ്ടപ്പെടാൻ തയ്യാറാവണം, അധ്വാനിക്കാൻ തയ്യാറാവണം. അതിലൂടെ വിജയം നേടി എളിമയോടുകൂടി മറ്റുള്ളവർക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാവുന്ന തൊഴിൽശാലകൾ ഉണ്ടാക്കാൻ പഠിക്കണം. JM എന്ന ബ്രാൻഡായി അദ്ദേഹം വളരുമെന്ന് ഉറപ്പാണ്. കേരളത്തിൽ നാളെ
അറിയപ്പെടുന്ന പേരുകളിലേക്ക് അദ്ദേഹം എത്തിച്ചേരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ജയം അഥവാ ജിതിൻ, താങ്ക് യു സോ മച്ച് സ്പാർക്കുള്ള ഈ കഥ പറയാൻ ഈ വേദിയിൽ വന്നത്. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എൻ്റെ പാർട്ട്നേഴ്സും ടീം മെമ്പേഴ്സും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും താങ്കൾക്കും താങ്കളുടെ എല്ലാ സംരംഭങ്ങൾക്കും. താങ്ക് യു.